അമ്മയുടെ കാമുകന്റെ ക്രൂര പീഡനത്തിന് ഇരയായി മരിച്ച കുട്ടിയുടെ അമ്മയെ സംരക്ഷിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ ശക്തമാകുകയാണ്. യുവതിയുടെ അമ്മയുടെ NGO യൂണിയൻ പശ്ചാത്തലവും യുവതിയുമായി സൗഹൃദം പുലർത്തുന്ന CPM-കാരനല്ലാത്ത ഇടത് MLA-യുമൊക്കെയാണ് യുവതിയെ കേസിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നതെന്നാണ് ആരോപണം ഉയരുന്നത്. യുവതിയെ രക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അണിയറയിൽ സജീവമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും. കുട്ടിയുടെ അച്ഛൻ ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. തൊടുപുഴയിൽ ക്രൂര പീഡനത്തിന് ഇരയായി മരിച്ച കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയ കുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തിനോട് യുവതിയുടെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് യുവതിയെ കുറ്റവിമുക്തയാക്കി കൊല്ലപ്പെട്ട ആദ്യ ഭർത്താവിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ശ്രമം. അതിനിടെയാണ് കേസുമായി ബന്ധപ്പെട്ട നിർണായക അട്ടിമറി വിവരങ്ങൾ പുറത്തുവരുന്നത്. അരുൺ ആനന്ദ് അഴിക്കുള്ളിലേക്ക് നീങ്ങുമ്പോൾ കുട്ടിക്കെതിരായ പീഡനങ്ങൾക്ക് അരുണിനൊപ്പം സ്വന്തം അമ്മ കൂടി പ്രതിചേർക്കപ്പെടേണ്ടേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെയാണ് ഇടത് സംരക്ഷണം കുട്ടിയുടെ അമ്മയ്ക്ക് ലഭിക്കുന്നത്. കുട്ടിയുടെ അമ്മയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന വിധമാണ് അവരുടെ അമ്മ മരണാനന്തര ചടങ്ങിലെത്തിയവരോട് സംസാരിക്കുകയും ചെയ്തത്. പിന്നീട് രംഗത്ത് വന്നവരിൽ മിക്കപേരും കുട്ടിയുടെ അമ്മയെ സംരക്ഷിക്കുന്ന വിധത്തിലാണ് നീങ്ങിയത്. ഈ രീതിയിൽ സംരക്ഷിക്കപ്പെടാൻ അർഹതയുള്ള സ്ത്രീയാണോ യുവതിയെന്നാണ് ചോദ്യം ഉയരുന്നത്. സ്വന്തം കുട്ടി കാമുകന്റെ പീഡനത്തിനിരയായി പിടഞ്ഞു മരിക്കുമ്പോഴും അതിന് കൂട്ടുനിന്ന അമ്മയെ എന്തിനു പോലീസും സർക്കാരും സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വന്തം കുട്ടിയുടെ മരണത്തിൽ മാത്രമല്ല, സ്വന്തം ഭർത്താവിന്റെ മരണത്തിലും ആരോപണം യുവതിയുടെ നേർക്ക് ഉയരുകയാണ്. മരിക്കുന്നതിന് തലേ ദിവസം കുട്ടിയുടെ അച്ഛൻ സ്വന്തം അമ്മയെ വിളിച്ചു പറഞ്ഞത് ഇതാണ്: എൻ്റെ ബിസിനസ് നല്ല നിലയിൽ പോകുന്നു, ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസം മാറുകയാണ് എന്നാണ് പറഞ്ഞത്. വാടക വീട്ടിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ യുവതിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ താമസം മാറുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ. വിവാഹം കഴിഞ്ഞ ശേഷം ദീർഘവർഷങ്ങൾ കുട്ടികളുടെ അച്ഛൻ തങ്ങിയതും ഇവരുടെ തൊടുപുഴയിലുള്ള വീട്ടിലാണ്. ഈ വീട്ടിൽ നിന്നും താമസം മാറുന്നു എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് യുവാവ് മരണപ്പെടുന്നത്. ഹൃദയാഘാതം എന്നാണ് യുവതി പറഞ്ഞത്. വീടും മാറി താമസിക്കാൻ തീരുമാനിക്കുന്ന പിറ്റേ ദിവസം തന്നെ യുവാവ് മരിച്ചത് അന്ന് തന്നെ സംശയങ്ങൾക്കിടയാക്കിയിരുന്നു. യുവാവിന്റെ മൃതദേഹം നെയ്യാറ്റിൻകരയിലുള്ള കുടുംബ വീട്ടിൽ സംസ്കരിക്കുകയാണ് ചെയ്തത്. യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജഡപരിശോധന പോലീസിന് ആവശ്യമായി വന്നേക്കും. കാരണം കുട്ടികളുടെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ സയനൈഡ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത്തരം ആരോപണം ഉയരുമ്പോൾ പ്രതിസ്ഥാനത്ത് കുട്ടിയുടെ അമ്മ തന്നെയാണ് നിലകൊള്ളുന്നത്. സ്വന്തം ഭർത്താവിന്റെ വേർപാട് പിടിച്ചുകുലുക്കേണ്ട നാളുകളിൽ തന്നെയാണ് ഇവർ കാമുകനായ അരുൺ ആനന്ദുമായി പുതിയ ജീവിതം ആരംഭിക്കുന്നത്. ഈ താമസം തന്നെയാണ് 7 വയസ്സുകാരന് നേരെയുള്ള ക്രൂര പീഡനത്തിലും മരണത്തിലും കലാശിച്ചത്. ഈ പീഡന സമയത്തെല്ലാം ഈ 2 കുട്ടികളുടെയും കൂടെയുള്ളത് സ്വന്തം അമ്മ തന്നെയാണ്. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ഈ കുട്ടികൾ ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ക്രൂരതയുടെ ആൾരൂപമായ അരുൺ ആനന്ദിനെതിരെ പോക്സോ കേസ് കൂടി വന്നത്. ക്രൂര പീഡനത്തിനും മരണത്തിനും ഇരയായ 7 വയസ്സുകാരന് ലഭിക്കേണ്ടത് മരണാനന്തര നീതിയാണ്. ആ നീതി ലഭിക്കണമെങ്കിൽ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന കുട്ടികളുടെ അമ്മ കൂടി ശിക്ഷിക്കപ്പെടണം എന്ന ആവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത്. എന്തായാലും കുട്ടിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ അച്ഛന്റെ മരണവും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. 2 ആരോപണങ്ങളിലും പ്രതിസ്ഥാനത്ത് വരുന്നത് കുട്ടികളുടെ അമ്മ തന്നെയാണ്. അതിനാൽ തന്നെയാണ് അമ്മ ശിക്ഷിക്കപ്പെടണമെന്ന ആവശ്യം ഒരുങ്ങുന്നതും. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ കുട്ടിയുടെ അമ്മ കൂടി ശിക്ഷിക്കപ്പെടണമെന്നും കുട്ടികളുടെ അച്ഛൻ്റെ മരണം അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നത്. അതേസമയം കുട്ടികളുടെ അമ്മയുടെ അറസ്റ്റ് വൈകിയാൽ പ്രക്ഷോഭവും ശക്തി പ്രാപിച്ചേക്കും. ക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 7 വയസ്സുകാരന്റെ കല്ലറയിൽ മെഴുകുതിരികൾ ജ്വലിപ്പിച്ച് പ്രക്ഷോഭത്തിന് അരങ്ങൊരുക്കാനാണ് വിവിധ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇതിന് വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്ന് പിന്തുണയും ലഭിക്കും. കുട്ടിയുടെ മരണാനന്തര നീതിക്ക് കുട്ടിയുടെ അമ്മ കൂടി ശിക്ഷിക്കപ്പെടണമെന്ന ആവശ്യം ശക്തമായി വരുന്നതിന്റെ സൂചനകൾ കൂടിയാണ് കുട്ടിയുടെ കല്ലറയിൽ മെഴുകുതിരി കൊളുത്തിയുള്ള പ്രക്ഷോഭ നീക്കം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.